Children, I hope all are safe and fine. In our last class, we discussed about the different layers of earth. Today, we are going to discuss about the lithosphere, asthenosphere and different kinds of rocks. You can see in this picture lithosphere and asthenosphere. Do you know what is the lithosphere? The crust and upper part of the mantle together are known as the lithosphere. Here, the crust and the upper part of the mantle together are known as lithosphere. Then, do you know what is asthenosphere? The part beneath the lithosphere. Here, the part beneath the lithosphere where the materials exist in a partially molten state is known as asthenosphere. This is the source of the molten rock material that comes out during volcanic eruption. Then, do you know what is the molten rock material here? Yes, the lava is the molten rock material here that comes out during volcanic eruption. കുട്ടികളെ, ക്രസ്റ്റിനെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും അതായത് മാന്റിലിന്റെ മേൽഭാഗത്തെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ലിത്തോസ്ഫിയർ എന്ന് വ്യക്തമായല്ലോ. ക്രസ്റ്റിനെയും മാന്റിലിന്റെ മുകൾ ഭാഗത്തെയും ചേർത്ത് പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നു. അതുപോലെ എസ്തനോസ്ഫിയർ, ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലുമല്ല സോളിഡ് സ്റ്റേറ്റിലും അല്ലാതെ പാർഷ്യലി ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഈ പാർട്ടിൽ കാണപ്പെടുന്നത്. ഇവിടെ നിന്നും ലാവ പുറത്തേക്ക് വരും. ഏത് സമയത്ത്? വോൾക്കാനിക് ഇറപ്ഷൻ സമയത്ത് ലാവ പുറത്തേക്ക് വരുന്നു. The part beneath the lithosphere where the materials exist in a partially molten state is known as asthenosphere. This is the source of the molten rock materials, that's lava, that comes out during the volcanic eruption. ഈ ഓറഞ്ച് കളറിൽ ചിത്രത്തിൽ കാണുന്നതാണ് asthenosphere. ഇവിടെയാണ് മാഗ്മ. ഇത് പുറത്തേക്ക് വരുമ്പോൾ ലാവ എന്ന് പറയും. ലാവ വോൾക്കാനിക് ഇറപ്ഷൻ സമയത്ത് പുറത്തേക്ക് ക്രസ്റ്റിന്റെ വിടവിലൂടെ പുറത്തേക്ക് വരും. ക്രസ്റ്റ്, കോർ, മാന്റിലൊക്കെ വ്യക്തമായിട്ട് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ് ക്രസ്റ്റ് എന്നറിയാം, കോർ അറിയാം, മാന്റിൽ അറിയാം. ഈ ഇമേജിൽ നിങ്ങൾക്ക് ക്രസ്റ്റ്, കോർ, മാന്റിലും കാണാവുന്നതാണ്. ക്രസ്റ്റും അതുപോലെ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നാണ് ലിത്തോസ്ഫിയർ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഇമേജിൽ ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും കാണാം. അതുപോലെ ക്രസ്റ്റ് ആണ് മുകൾ ഭാഗത്ത് വരുന്നത്. ക്രസ്റ്റ് രണ്ട് തരമുണ്ടെന്ന് പഠിച്ചിരുന്നു. ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും. ഓഷ്യാനിക് ക്രസ്റ്റ് ബ്ലൂ കളറിൽ കാണുന്നു, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആഷ് കളറിലും കാണുന്നുണ്ട്. ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ നേരെ താഴെ കാണുന്നത് ലിത്തോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയറിന്റെ നേരെ താഴ്ഭാഗത്ത് വരുന്നതാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിൽ ആ ഒരു ഗോൾഡൻ, ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് മാഗ്മ. ഈ മാഗ്മ പുറത്തേക്ക് ക്രസ്റ്റിന്റെ വിടവിലൂടെ പുറത്തേക്ക് തള്ളിയിട്ട് വരും. ലാവ എന്നാണ് പുറത്തേക്ക് വോൾക്കാനിക് ഇറപ്ഷൻ സമയത്ത് പുറത്തേക്ക് വരുമ്പോൾ മാഗ്മയെ ലാവ എന്ന് വിളിക്കും. ഈ ലിത്തോസ്ഫിയറിനെ ലിത്തോസ് എന്ന വേർഡ് വരാൻ കാരണം ലിത്തോസ് മീൻസ് റോക്ക് എന്നാണ് ലിത്തോസ് എന്ന വേർഡിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവിടെ ലിത്തോസ്ഫിയർ എന്ന് വന്നത്. ലിത്തോസ്ഫിയറിൽ റോക്സ് ആണ് ഉള്ളത്. ലിത്തോസ്ഫിയർ റോക്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടത് കൊണ്ടാണ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ റോക്ക്. അതുകൊണ്ടാണ് ലിത്തോസ്ഫിയർ എന്ന വാക്ക് വന്നത്. The lithosphere acquires its name from the material with which it is made, lithos. Lithos means rock. If you look around, you can see rocks of different colors and hardness. This diversity is due to its constituents. The constituents of rocks are called minerals. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on earth. കുട്ടികളെ, നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുമ്പോൾ വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്തമായ കാഠിന്യത്തിലുമൊക്കെയുള്ള ശിലകൾ അതല്ലെങ്കിൽ റോക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ റോക്സിനെ ഇതിന്റെ ഒരു വൈവിധ്യത്തിന് കാരണം എന്താണ്? അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ? ഈ ഘടകങ്ങളെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെ മിനറൽസ് ഉണ്ട്? സിലിക്ക, അഭ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം മിനറൽസ്
നമ്മുടെ എർത്തിലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. Based on the mode of formation, rocks can be classified into three: igneous, sedimentary and metamorphic. നിങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള റോക്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഗ്രാനൈറ്റ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇഗ്നിയസ് റോക്സിൽ നിന്നും ലഭിക്കുന്നതാണ്. എർത്തിന്റെ ക്രസ്റ്റിന്റെ വിടവുകളിലൂടെ പുറത്തു വരുന്ന ലാവ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് അതല്ലെങ്കിൽ ക്രസ്റ്റിനുള്ളിൽ വെച്ച് തന്നെ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നതാണ് ഈ ഇഗ്നിയസ് റോക്ക്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റും ബസാൾട്ടും. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. Examples of igneous rocks are granite and basalt. As all other rock types are formed from these igneous rocks, so they are called the primary rocks. ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് മറ്റെല്ലാ റോക്സും ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഇഗ്നിയസ് റോക്കിന്റെ മറ്റൊരു പേരാണ് പ്രൈമറി റോക്ക്. ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയല്ലോ. ഇനി ഇഗ്നിയസ് റോക്സിൽ നിന്നും രൂപം കൊള്ളുന്ന സെഡിമെന്ററി റോക്കിനെ കുറിച്ച് മനസ്സിലാക്കാം. Children, now we can see how to form sedimentary rocks. The rocks undergo weathering in course of time. The debris so formed will be deposited in the lower regions as layers. These materials gradually get lithified and transformed into sedimentary rock. The example of sedimentary rocks are sandstone and limestone. As the sedimentary rocks are formed in layers, we can see in this picture the layers of sedimentary rocks. They are also known as stratified rocks. Sedimentary rocks form ചെയ്യുന്ന വിധം കാണാം. കാറ്റും മഴയും മഞ്ഞും കാരണം റോക്സ് പൊടിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും അവശിഷ്ടങ്ങൾ ഉണ്ടാവും. കാലക്രമേണ ഈ ഡെബ്രിസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ അവിടെ കിടന്ന് ഉറച്ച് രൂപം കൊള്ളുന്നതാണ് സെഡിമെന്ററി റോക്സ്. ഈ പാളികൾക്കിടയിൽ, പാളികളായിട്ട് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നു, ഈ പാളികൾക്കിടയിൽ ആനിമൽസിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ഇതിനെ നാം ഫോസിലുകൾ എന്ന് പറയും. ഫോസിൽ നിങ്ങൾ കേട്ടില്ലേ? എന്താണ് ഫോസിൽ? You can see in this picture fossil. The fossils are remains of ancient plants and animals found in sedimentary rocks. We make use of these fossils to understand the Earth's prehistory and estimate the age of rocks. Coal, petroleum, natural gas, etc. have been evolved from the remains of ancient organisms. Hence, these are also called fossil fuels. ഇപ്പോൾ നമ്മൾ ഇഗ്നിയസ് റോക്കും അതുപോലെ സെഡിമെന്ററി റോക്കും മനസ്സിലാക്കി. സെഡിമെന്ററി റോക്കിനിടയിലുള്ള ഫോസിൽസിനെ കുറിച്ച് മനസ്സിലാക്കി. സെഡിമെന്ററി റോക്കിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് സാൻഡ്സ്റ്റോണും ലൈംസ്റ്റോണും. ഇനി നമുക്ക് മെറ്റാമോർഫിക് റോക്സിനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് എന്താണ്? മാർബിൾ അല്ലേ? മാർബിൾ നമുക്ക് ലഭിക്കുന്നത് മെറ്റാമോർഫിക് റോക്കിൽ നിന്നാണ്. When rocks undergo physical and chemical changes due to high temperature and pressure, then metamorphic rocks formed. The metamorphic rocks are prominent in Kerala. നമുക്ക് എങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്സ് ഫോം ചെയ്യുന്നത് നോക്കാം. എർത്തിൽ വരുന്ന ഹൈ പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഹീറ്റും പ്രഷറും കൂടുമ്പോൾ റോക്കിന് കെമിക്കലായും അതുപോലെ തന്നെ ഫിസിക്കലായോ ചേഞ്ചസ് വരുന്നു. അങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്സ് ഫോം ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കെമിക്കലായോ ഫിസിക്കലായോ മാറ്റം വന്നിട്ട് വരുന്നതാണ് മെറ്റാമോർഫിക് റോക്സ്. The rocks may not remain in their original form forever. They are subjected to several changes over time. അപ്പോൾ റോക്സ് ഒരിക്കലും അതേ അവസ്ഥയിൽ തന്നെ തുടരില്ല. കാലങ്ങൾ കഴിയുമ്പോൾ പലവിധ മാറ്റങ്ങളും അതിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ? ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റോക്സ്. ഏതൊക്കെ റോക്സാ പഠിച്ചേ? മെറ്റാമോർഫിക് റോക്സ്, സെഡിമെന്ററി റോക്സ് ആൻഡ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, ഇനി നിങ്ങൾക്കായുള്ള ആക്ടിവിറ്റി കൂടി ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ആക്ടിവിറ്റി ഈസ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് പേജ് നമ്പർ 44 ഫസ്റ്റ് പാരഗ്രാഫ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് കിട്ടും. ദെൻ യുവർ ആക്ടിവിറ്റി നമ്പർ 2, പ്രിപ്പയർ എ നോട്ട് ഓൺ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റോക്സ്. ഈ ആക്ടിവിറ്റിയും പേജ് നമ്പർ 44 ലാസ്റ്റ് പാർട്ടിലുള്ള റോക്കിന്റെ ഫ്ലോ ചാർട്ടാണ് ഇതിന്റെ ആൻസർ. ദെൻ ആക്ടിവിറ്റി നമ്പർ 3, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിന് പേജ് നമ്പർ 44 ഈ ഫ്ലോ ചാർട്ട് നന്നായി വായിച്ച് മനസ്സിലാക്കുക, ക്ലാസ് നന്നായി കേൾക്കുക, സ്വന്തമായി ചെയ്യാൻ കഴിയും. ദെൻ യുവർ ആക്ടിവിറ്റി നമ്പർ 4, ഒബ്സർവ് ദ ഡയഗ്രാം, ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പേജ് നമ്പർ 45 ഈ റോക്ക് സൈക്കിൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം താഴെയുള്ള ആരോസ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലാസ് നന്നായി കേൾക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അതിനുശേഷം ആക്ടിവിറ്റീസും ചെയ്തു കഴിഞ്ഞാൽ ഈ പാഠഭാഗം നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്.